പിന്നെ ഇവിടെ ഒരു കാര്യം അദ്ദേഹം പറയുണ്ടായി, കേന്ദ്ര നിർദ്ദേശം അതേപോലെ കൈമാറുകയാണ് ചീഫ് സെക്രട്ടറി ചെയ്തത് എന്ന്. അങ്ങനെ പറഞ്ഞ് ഒഴിയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യാതെ ഏതെങ്കിലും ചീഫ് സെക്രട്ടറി താഴേക്ക് ഓർഡറായിട്ട് അല്ലെങ്കിൽ സർക്കുലറായിട്ട് നൽകില്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ അത് മറച്ചു വെക്കാനാണ് അന്നും ഇന്നും മുഖ്യമന്ത്രി ശ്രമിച്ചത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഓർഡർ വരുന്നു, അല്ലെങ്കിൽ നിർദ്ദേശം വരുന്നു. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭയുമായിട്ടോ അതുപോലുള്ള ജനാധിപത്യ സംവിധാനത്തെ ഒന്നും ആശ്രയിക്കാതെ ഇവിടെ ചീഫ് സെക്രട്ടറി അത് താഴത്തേക്ക് അയക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്രത്തോളം തെറ്റായ ഒരു കീഴ്വഴക്കമായിരിക്കും അത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര നിർദ്ദേശം FCRA ആയിരിക്കും. നിയമം വരാൻ പോവുകയാണ്. ഏക സിവിൽ കോഡായിരിക്കും മറ്റൊന്ന്. ദേശീയ പൗരത്വ രജിസ്റ്റർ പ്രശ്നമായിരിക്കും മറ്റൊന്ന്. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ RSSൻ്റെ BJPയുടെ അജണ്ട ഓരോരോ സർക്കുലറായിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതേ നിലപാട് സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ ചീഫ് സെക്രട്ടറി താഴേക്ക് അയച്ചോട്ടെ എന്ന നിലപാട് സ്വീകരിക്കും എന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ കേന്ദ്ര നിർദ്ദേശത്തെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ഗവൺമെൻറ്റുകളും, ഇതൊരു ഗവൺമെൻറ്റല്ലല്ലോ, ഗവൺമെൻറ്റുകളും എല്ലാം എടുത്ത സമീപനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് വേണ്ടേ പരിശോധിക്കാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാനും? അല്ലാതെ അവിടെ നിന്ന് വരുന്നത് ഇട്ടൊരു അതേപോലെ തന്നെ താഴേക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനൊരു പോസ്റ്റ് ഓഫീസിൻ്റെ ചിത്രം മാത്രമാണോ ഇവിടെ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? അപ്പോൾ ഇതിവിടെ സംഘപരിവാറിൻ്റെ നിർദ്ദേശങ്ങൾ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താതെ നടപ്പിലാക്കും എന്ന് പറയുന്ന ഒരു ഗൗരവമുള്ള അപകടകരമായ നിലയാണ്. കോൺഗ്രസിൻ്റെ തന്നെ നിലപാടുകൾക്ക് വിരുദ്ധമായ സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത് എന്നത് വളരെ സങ്കീർണമായ പ്രശ്നമാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്.